everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Larin Daisy of Physics Master Teacher. അപ്പോൾ എടാ മക്കളെ, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്ററിന്റെ ലൈവ് സെഷൻസ് ഒക്കെ കണ്ട സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. റിവിഷൻ ക്ലാസ് കണ്ടു ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും കണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നവര്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ A to Z ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി എന്താ പറയുക, ഒരു വൺ ഷോട്ട് ആണ്. ഈ ഒരു ചാപ്റ്ററിലെ എൻറ്റയർ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു സെഷനിൽ. അപ്പം ലൈവിൽ നമുക്ക് 2 പാർട്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പം സിംഗിൾ ആയിട്ട് ഒറ്റയടിക്ക് ഈ ചാപ്റ്റർ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണാം. ആൻഡ് ഓൾസോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക. ഡ്യുവൽ നേച്ചർ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വളരെ കുട്ടി ചാപ്റ്റർ ആണ്, ചെറിയ ചെറിയ കോൺസെപ്റ്റുകളാണ്. പഠിച്ച കാര്യങ്ങൾ കുറച്ച് ഒന്നും കൂടെ ഒന്ന് അതിന്റെ ഒരു അപ്ഗ്രേഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ആൻഡ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അല്ലെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്സ് ആണ്. അപ്പം നമ്മൾ പഠിച്ചത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക, അത് എന്തെങ്കിലും പുതുമയുള്ളതൊക്കെ പഠിക്കണമല്ലോ. സോ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് 100-ലധികം റീസൺസ് ഉണ്ട് നിങ്ങൾക്ക്. സോ ഡെഫിനറ്റ്ലി ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക കേട്ടോ. ആൻഡ് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പവർഫുൾ ആണ് ക്ലാസ്സസ്, എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. സോ യെസ് ഗൈസ്, നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അല്ലെ. ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അതിന്റെ ചാർജ് വന്നിട്ട് 1.6 × 10⁻⁻19 ആണ്. ആൻഡ് ഓൾസോ നമ്മളൊരു മാറ്റർ എടുക്കുവാണെങ്കിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ബേസ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, ഇലക്ട്രോണിനെ പറയാനായിട്ട് പറ്റും. അപ്പം ഈ ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, അതായത് റേഡിയേഷന്റെയും മാറ്ററേയും 2 തരത്തിലുള്ള ക്യാരക്ടേഴ്സ്, അതായത് ഒരു റേഡിയേഷൻ എന്ന് പറഞ്ഞ ഒരു വേവ് ആണ് അല്ലെ. അപ്പം ഈ വേവിൽ എന്തുണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ബിഹേവിയർ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഒരു പാർട്ടിക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും, വേവ് കൈൻഡ് ഓഫ് നേച്ചർ ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമാണ് ഒരു വേവിന് പാർട്ടിക്കിളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ അല്ലടാ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റിന്റെ കുറച്ച് ജസ്റ്റിഫിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ചില കാര്യങ്ങൾ എത്തുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം എന്താണ്, അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള നോളജ് ഒന്നും ഇതുവരെയും ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് എന്ന് കരുതി നമുക്ക് എന്താ പറയാ, നമ്മൾ ആസ് എ +2 സ്റ്റുഡന്റ് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യും. ആൻഡ് യെസ്, ഹിയർ വി ഗോ. ഫസ്റ്റ് ടോപ്പിക് ഇലക്ട്രോണിക് എമിഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് എമിഷൻ, ആ പേരിൽ എന്താ പറയുന്നത്, ഇലക്ട്രോണിന്റെ എമിഷൻ അല്ലെ. ഇലക്ട്രോൺ രക്ഷപ്പെട്ടു പോകുന്നു, എസ്കേപ്പിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിക്കുന്നത്. ഈ ഇലക്ട്രോൺ എപ്പോഴും എസ്കേപ്പ് ചെയ്യുന്നത്, ലെറ്റ്സ് സേ സപ്പോസ് നമുക്കൊരു മെറ്റൽ സർഫസ് ഉണ്ട്, അവിടെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതിന്റെ കണ്ടക്ടിവിറ്റിയുടെ കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കണ്ടക്ടിവിറ്റിയുടെ രഹസ്യം എന്ന് പറയുന്നത് എന്താണ്, ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പം ഈ ഫ്രീ ഇലക്ട്രോൺസിന് ഈ മെറ്റൽ സർഫസിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ട് ചുമ്മാ വിചാരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റില്ല. എന്താണ്, സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി വേണം. അപ്പൊ സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി എപ്പോ കിട്ടുന്നോ അപ്പൊ അവന്മാർ ചാടിപ്പോ. ഓക്കെ അല്ലടാ, എപ്പോ എനർജി കിട്ടിയോ അപ്പൊ തന്നെ അവന്മാര് ചാടിപ്പോ. സോ ഇലക്ട്രോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. സഫീഷ്യന്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഈ സർഫസിൽ നിന്നും ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഈ സഫീഷ്യന്റ് എനർജി, അപ്പൊ ഒരു എക്സ്റ്റേണൽ എനർജി സോഴ്സ് ഉണ്ട് അല്ലേ, അതുകൊണ്ട് അതിൽ നിന്നാണ് സഫീഷ്യന്റ് എനർജി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സഫീഷ്യന്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ്, അതായത് ചൂട് കൊടുത്തിട്ടാണ് ഇലക്ട്രോണിന് സഫീഷ്യന്റ് എനർജി കിട്ടുന്നതെങ്കിൽ ആ ഇലക്ട്രോണിക് എമിഷൻ നമ്മൾ പറയുന്ന പേരാണ് തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്നത്. ചൂട് കൊടുത്തിട്ട് പേരിൽ തന്നെയാണ് തെർമിയോണിക് എമിഷൻ. എന്താണ് ഇലക്ട്രോണിക് എമിഷൻ നമുക്കറിയാം. തെർമിയോണിക് എന്ന് പറയുമ്പോൾ എന്താണ്, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്തിട്ട് കേട്ടോ, ഹീറ്റ് കൊടുത്തിട്ട് ആ ഹീറ്റിന്റെ എനർജി യൂസ് ചെയ്തിട്ട് ഇവന്മാര് രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ ഇവന്മാരെ നമ്മൾ എന്ത് പറയൂടാ, യെസ്, തെർമിയോണിക് എമിഷൻ എന്ന് പറയും. അടുത്തത്, ഇതിന് പകരം നമ്മൾ സ്ട്രോങ് ഫീൽഡ് കൊടുക്കുക, ഇലക്ട്രിക് ഫീൽഡ് അങ്ങ് കൊടുത്തു. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ ഹീറ്റ് കൊടുത്തല്ലോ, അതിന് പകരം സ്ട്രോങ് ഫീൽഡ് കൊടുത്തു, സഫീഷ്യന്റ് എനർജി കിട്ടി, ഇവന്മാർ എസ്കേപ്പ് ചെയ്ത് പോയി. സോ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഫീൽഡ് എമിഷൻ എന്ന് പറയും. ഇനി അതേപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് നമ്മൾ ആ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ട് ഇവന്മാർ രക്ഷപ്പെടുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, സെക്കൻഡറി എമിഷൻ എന്ന് പറയും. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ കേട്ടോ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ലൈറ്റ് വിത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസി. ഇത്രയും നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇലക്ട്രോണിക് എമിഷൻ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ. ആ ഇലക്ട്രോണിക് എമിഷന്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്താ, ലൈറ്റ് വിത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസി. ഓക്കെ അല്ലേ, അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നു കേട്ടോ. ചുമ്മാ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ലൈറ്റ് വിത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ വൺസ് ഇത് ഈ പറയുന്ന മെറ്റൽ സർഫസിൽ വന്ന് ഫോൾ ചെയ്യുമ്പം എന്ത് സംഭവിക്കും, ഇവിടെ നിന്നും ഇലക്ട്രോൺസിന് സഫീഷ്യന്റ് എനർജി കിട്ടും, അവന്മാർ രക്ഷപ്പെട്ടു പോകും. ആൻഡ് ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് എന്താണ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കേട്ടോ. നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ചോദിക്കാം, നമ്മുടെ അടുത്ത് ടൈപ്പ്
ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് എമിഷൻസ് ചോദിക്കാം. അപ്പൊ നമ്മൾ തെർമിയോണിക് എമിഷൻ നമ്മുടെ സ്വന്തം വാക്കിൽ എഴുതാൻ അറിയാം, കാരണം ഇലക്ട്രോൺ എമിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. തെർമിയോണിക് എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ എനർജി എന്ന് പറയുന്നത് ഹീറ്റ് ആണ്. രണ്ടാമത്തത് ഫീൽഡ് എമിഷൻ. ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇലക്ട്രോൺസ് എസ്കേപ്പ് ചെയ്യാണ്. മൂന്നാമത്തതാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി എമിഷൻ നിങ്ങളുടെ NCERT അത്ര കാര്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ചോദിക്കുകയാണെങ്കിൽ 3 എഴുതിയാൽ മതി. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, ലൈറ്റ് വിത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിൽ വരുവാണെങ്കിൽ ഇലക്ട്രോൺസിന് സഫീഷ്യന്റ് എനർജി കിട്ടുന്നു, ഇവന്മാർ എസ്കേപ്പ് ചെയ്തു പോകുന്നു. ക്ലിയർ? സോ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക്. രണ്ടാമത്തെ നമ്മുടെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇത് ഡിഫൈൻ ചെയ്യാനായിട്ട് വരും. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മുടെ ഈ ലൈറ്റ് വിത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിൽ വന്ന് വീണല്ലോ, അന്നേരം ഇലക്ട്രോൺസ് എസ്കേപ്പ് ആയല്ലോ. അപ്പം ഈ ഒരു ഇതിന് പറയുന്ന പേരാണ് എന്താണ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഈ ഫിനോമിന പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, യെസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ഹേർട്സ് ആണ് കേട്ടോ. ഹേർട്സ് ആണ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. ആൻഡ് പിന്നീട് നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രൂഫും കാര്യങ്ങളൊക്കെ വേണം. ആ കൂടുതൽ സ്റ്റഡി നടത്തിയത് ഹോൾവിച്ച് ആൻഡ് ലെനാർഡ് ആണ്. ആൻഡ് അതിന് ഒബ്സർവേഷൻസ് ആയിരിക്കും ഇനി ലേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സംഭവിക്കുന്നത് ലൈറ്റ് എനർജി ഉണ്ടല്ലോ, ലൈറ്റ് എനർജി എന്തായിട്ടാ കൺവേർട്ട് ആവുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ക്ലിയർ ആയല്ലോ? ലൈറ്റ് എനർജി എന്തായിട്ട് കൺവേർട്ട് ആവും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ഇനി നമ്മളിപ്പോ പറഞ്ഞു, അതായത് ഈ ലൈറ്റിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ലൈറ്റ് വിത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിൽ വരുന്ന സമയത്ത് ഇവന്മാര് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എസ്കേപ്പ് ചെയ്തു പോകും. അങ്ങനെ ലൈറ്റിന്റെ സഹായത്തോടു കൂടെ ലൈറ്റിൽ നിന്നും കിട്ടിയ എനർജി വഴി എക്സൈറ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്ന, എസ്കേപ്പ് ചെയ്തു പോകുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ് കേട്ടോ. ഫോട്ടോ ഇലക്ട്രോൺസ് പുതിയ പുതിയ ടേംസ് ആണ്. അത്രയും ടേം, ആ പുതിയൊരു ടേം പഠിക്കുന്നു എന്നുള്ള ഒരു ലാഘവത്തോട് കൂടെ തന്നെ കാണാം. കാരണം ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് തന്നെയാണ്. എന്ത് പ്രത്യേകത ഇലക്ട്രോൺസിനുള്ളത്, ലൈറ്റിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ലൈറ്റിന്റെ എനർജി യൂസ് ചെയ്തിട്ട് എസ്കേപ്പ് ചെയ്തു പോകുന്ന ഇലക്ട്രോൺസ് ആണ്. അതിനെ നമ്മൾ പറയും ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പം ഈ ഫോട്ടോ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുക അല്ലെ, രക്ഷപ്പെട്ടവന്മാർ എന്തെങ്കിലും ഫ്ലോ ചെയ്യും. ഈ ചാർജസിന്റെ ഫ്ലോന് നമ്മളൊരു കാര്യം പറയും, എന്താണ് ചാർജസിന്റെ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കറണ്ട് ആണ് അല്ലെ. അപ്പം ഈ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ മോഷൻ കാരണം ഉണ്ടായിട്ടുള്ളതിനെ കറണ്ടിനെ നമ്മൾ എന്ത് പറയും, ഫോട്ടോ കറണ്ട് എന്ന് പറയും. ഓക്കെ അല്ലെ, ഫോട്ടോ കറണ്ട് എന്ന് പറയും. ഇനി എല്ലാ മെറ്റീരിയലും ലൈറ്റിന് സെൻസിറ്റീവ് ആണോ, അതായത് ലൈറ്റിന് റെസ്പോണ്ട് ചെയ്യോ? ലൈറ്റ് വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ചിലപ്പോൾ എന്താ പറയാ റെസ്പോണ്ട് ചെയ്യുമായിരിക്കും, ചിലതൊന്നും റെസ്പോണ്ട് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ റെസ്പോണ്ട് ചെയ്യുന്ന ലൈറ്റിനെ റെസ്പോണ്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ സെൻസിറ്റീവ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫോട്ടോ സെൻസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റിന് സെൻസിറ്റീവ് ആണ്, ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയല്ലോടാ. ഇനി മെറ്റൽസ് ലൈക്ക് സിങ്ക്, കാഡ്മിയം, മഗ്നീഷ്യം ഒക്കെ എന്തിനു മാത്രമേ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ് ഒന്നും അത് റെസ്പോണ്ട് ചെയ്യത്തില്ല. അൾട്രാ വയലറ്റ് ലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഇതിനോട് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. ബാക്കി ഒരു ലൈറ്റിനോടും അത് റെസ്പോണ്ട് ചെയ്യത്തില്ല, ഓൺലി ടു UV ലൈറ്റ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ light meters in a photographic cameras make use of photoelectric effect. What is photoelectric effect? നമുക്കറിയാം അല്ലെ, ഇലക്ട്രോണിക് എമിഷൻ തന്നെയാണ്. അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ എക്സ്റ്റേണൽ എനർജി സോഴ്സ് ആയിട്ട് വരുന്ന ആരാണ്, നമ്മുടെ ലൈറ്റ് വിത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ആണ്. എടാ സ്യൂട്ടബിൾ ഫ്രീക്വൻസി മറക്കാതെ മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ മാർക്ക് നമുക്ക് കിട്ടത്തില്ല. Which of the following is a photosensitive material? It is nothing but cesium ആണ് കേട്ടോ photosensitive material ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ഹെഡ്സ് ആണ് ഫസ്റ്റ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിനൻ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. ആൻഡ് ലേറ്റർ ഓൺ ഹോൾവിച്ച് ആൻഡ് ലെനാർഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തു. അവരുടെ എക്സ്പെരിമെന്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഒരു എന്താ പറയുക, ഒരു നാഴികക്കല്ല, ഒരു മൈൽ സ്റ്റോൺ ആണ് അടുത്തത് നമ്മൾ പറയുന്നത്. അതായത് ഇതിന് കുറച്ച് ഒരു എവിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിന് എന്താ പറയുക ജസ്റ്റിഫൈ ചെയ്യുന്ന കുറച്ച് എക്സ്പെരിമെന്റ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സുഖമുള്ളതാണ്. എന്താണ്, ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഉള്ളിൽ എയറും കാര്യങ്ങളും ഒന്നും ഇല്ല അല്ലെ, ജസ്റ്റ് ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ആൻഡ് അവിടെ എന്തുണ്ട്, രണ്ട് നമ്മൾ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ എമിറ്റർ പ്ലേറ്റ് എന്നും കളക്ടർ പ്ലേറ്റ് എന്നും പറഞ്ഞ് കാണുന്നത് കേട്ടോ. ദിസ് ഇസ് എമിറ്റർ പ്ലേറ്റ് ആൻഡ് ദിസ് ഇസ് കളക്ടർ പ്ലേറ്റ്. രണ്ട് ഇലക്ട്രോഡ്സ് ആണ്. ആൻഡ് ഈ രണ്ട് ഇലക്ട്രോഡ്സും എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ എമിറ്റർ പ്ലേറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ടെർമിനലായിട്ടും ആൻഡ് കളക്ടർ പ്ലേറ്റ് ആണെങ്കിൽ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളിവിടെ ഒരു അമ്മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാ അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്, കാരണം ഈ ഒരു എക്സ്പെരിമെന്റിന്റെ സാധ്യത എന്ന് പറയുന്നത് തന്നെ ലൈറ്റ് വന്ന് വരുമ്പം ഈ ഇലക്ട്രോൺസിന് എനർജി കിട്ടിയവന്മാർ ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഫ്ലോ ചെയ്യുന്നത് നമുക്ക് ചുമ്മാ പറഞ്ഞാൽ പോരാ, നമുക്ക് അതിനൊരു തെളിവ് വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും, കറണ്ട് ജനറേറ്റ് ആവും അല്ലെ, കറണ്ട് ജനറേറ്റ് ആവും. അങ്ങനെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അമ്മീറ്റർ വെച്ചിട്ടുള്ളത്. സോ വൺസ് ലൈറ്റ് വന്നു, ഇലക്ട്രോൺസ് എക്സൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മീറ്റർ ഡിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും.
ഗോട്ട് ഇറ്റ്? ആൻഡ് ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ ഈ വേവ് അല്ലേ വരുന്നത്, ലൈറ്റ് ആസ് എ വേവ് അല്ലേ വരുന്നത്. അങ്ങനെ അത് വന്ന ഈ മെറ്റൽ പ്ലേറ്റിൽ വരുവാണ് അല്ലെ, ഈ എമിറ്റർ പ്ലേറ്റിലോട്ട് വരുവാണ്. ഇറ്റ് ഇസ് എ മെറ്റൽ അല്ലെ. സോ ഈ വേവ് വന്നിട്ട് ഈ പാർട്ടിക്കിൾ അല്ലെ, മാറ്റർ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, പാർട്ടിക്കിൾസ് ആണ് അല്ലെ. അപ്പം ഈ പാർട്ടിക്കിളിനോട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന വേവിന് എന്ത് വേണം, പാർട്ടിക്കൽ ബിഹേവിയർ വേണ്ടേ. സോ ഇലക്ട്രോൺസ് അവിടെ ഫ്ലോ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു അല്ലെ, ഇവര് തമ്മിൽ ഇന്റർഫിയർ ചെയ്തു. ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ എന്ത് വേണം, ഒരു പാർട്ടിക്കൽ നേച്ചർ വേണം. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പം അതിലോട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ എത്തി വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പൊ ഈ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലേറ്റിൽ നിന്നും, അപ്പൊ നമുക്കറിയാം നെഗറ്റീവ് ടെർമിനൽ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഒരുപാട് അവിടെ ഉണ്ട് അല്ലെ, ഇലക്ട്രോൺസ് ഒരുപാട് അവിടെ ഉണ്ട്, ഇലക്ട്രോൺസ് അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോൺസ് ലൈറ്റ് വന്നു കഴിയുമ്പോൾ ലൈറ്റ് വന്നു കഴിയുമ്പോൾ സഫീഷ്യന്റ് എനർജി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ഇതാ ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. എങ്ങോട്ടേക്കാ ഫ്ലോ ചെയ്യുന്നത്? ഇത് പോസിറ്റീവ് പ്ലേറ്റ് അല്ലെ, കാരണം ഇത് പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ഈ വരുന്ന നെഗറ്റീവ് ചാർജസിനൊക്കെ ഇവന്മാർക്ക് എന്താണ്, അട്രാക്ഷൻ അല്ലെ. ഇലക്ട്രോൺസിന് ഈ പോസിറ്റീവ് അയൺസിനൊക്കെ ഭയങ്കര അട്രാക്ഷനാ. സോ ഇവന്മാരെ വേഗം ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകും. ഓക്കെ അല്ലെ. ദാറ്റ് മീൻസ് അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തു, അവിടെ ഫോട്ടോ കറണ്ട് ജനറേറ്റ് ആയി. ഓക്കെ അല്ലെ. സോ സിമ്പിൾ ഒരു എക്സ്പെരിമെന്റ് അല്ലേ, പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ലൈറ്റ് വന്നില്ല, ഈ ഇൻകമിംഗ് ലൈറ്റ് വന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോ ഇവിടെ പോസിബിൾ ആയിരിക്കും. എന്ത് ഫ്ലോ ആണ്? യെസ്, ഈ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ ഫ്ലോ പോസിബിൾ ആയിരിക്കും? ഒരിക്കലും ആയിരിക്കില്ല. കാരണം എനർജി കിട്ടിയാലേ ഇവന്മാർക്ക് ഈ ഒരു ബോണ്ട് വിട്ടിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നേരെ തിരിച്ച് നമ്മൾ, അതായത് ഇത് പോസിറ്റീവ് ടെർമിനലും ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനലും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ സെനാരിയോ എന്തായിരിക്കും വരുന്നത്? ഒന്ന് നോക്കിക്കേടാ, ഇവിടെ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ, ഇവിടെ നമ്മൾ എന്താ ഉള്ളത്, ഇവിടെ പോസിറ്റീവ് അയോൺസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് അയോൺസ് സ്ട്രോങ് ബോണ്ടിങ്ങിലായിരിക്കും അല്ലെ. പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ ഭയങ്കര അട്രാക്ഷനാ. സോ ഇവിടെ നിന്ന് ലൈറ്റ് വരുന്ന സമയത്ത് ഇവന്മാര് എന്താ പറയാ, ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു സ്ട്രോങ്ലി ബോണ്ടഡ് ആയിരിക്കും. വൺസ് ഇത്രയും എനർജി, അതായത് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും എനർജി വരുവാണെന്നുണ്ടെങ്കിൽ, ലൈറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, എന്ത് പറയാൻ പറ്റും? യെസ്, ഇവന്മാരെ പുറത്താക്കിയിട്ട് ഇവനിങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഇവനൊരു പ്രശ്നം വരും. ആ ഒരു പ്രശ്നം നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും കേട്ടോ. അതിലോട്ട് നമുക്ക് വരാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ എന്തൊക്കെ സെറ്റപ്പ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. എവിടേക്കാണ് എന്താ പറയാ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും, ഏതൊക്കെ സിറ്റുവേഷനിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യില്ല എന്നുള്ളതൊക്കെ ക്ലാരിറ്റി കിട്ടി. യെസ്. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എ മിനിമം എനർജിയാണ്. അതായത് ഇപ്പം ഈ നമ്മുടെ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്താൽ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? എസ്കേപ്പ് ചെയ്യണം, രക്ഷപ്പെടണം. രക്ഷപ്പെടണം. ആ രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള അല്ലെ, അതിനെ രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എനർജിയാണ്. ഒരു എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദി മെറ്റൽ സർഫസ്. ഈ മെറ്റൽ സർഫസിൽ നിന്നും എസ്കേപ്പ് ചെയ്തു പോകാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണത്തിനെയാണ്, ഇലക്ട്രോൺസിന്റെ എനർജിനെയാണ്, അതായത് ഈ ഒരു സർഫസിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വർക്ക് ഫംഗ്ഷൻ. ഇവരെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? φ0 എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു hμ0 കേട്ടോ. hμ0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ എഴുതുന്നത്. μ0 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും കേട്ടോ. അതായത് ഈ φ0 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എനർജിയാണ് അല്ലെ. മിനിമം എനർജി നമ്മൾ പറഞ്ഞ hμ0 ആണ്. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലെ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പം പിന്നെ ഈ എനർജി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആയില്ലോടാ? സോ ഒരു ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്തു പോകാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജി ആണ് വർക്ക് ഫംഗ്ഷൻ എങ്കിൽ മിനിമം ഫ്രീക്വൻസി ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. യെസ്. ഇതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ് കേട്ടോ. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഈ ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂൾ ആണെന്ന് ചോദിക്കാം. അപ്പോൾ 1 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1.6 into 10 to the power minus 19 ആണ്. ഇൻറ്റു 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ 1 വോൾട്ട് തന്നെ, വിച്ച് ഇസ് ഈക്വൽ ടു 1.6 into 10 to the power minus 19 ജൂൾസ്. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര ജൂൾസ് ആണ്? 1.6 into 10 to the power minus 19 ജൂൾസ് ആണ്. അപ്പോൾ നമുക്ക് 1 മാർക്ക് ആയിട്ട് ചോദിക്കാം. 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു ഡാഷ് ജൂൾസ് എന്ന് പറഞ്ഞിട്ട് വരും. ആൻഡ് ഓൾസോ നമുക്കൊരു ചോദ്യം വരും, എന്താണ് വർക്ക് ഫംഗ്ഷൻ? എന്താണ് 1 ഇലക്ട്രോൺ വോൾട്ട്? അതേപോലെ തന്നെ 1 ഇലക്ട്രോൺ വോൾട്ട് ഇൻ ജൂൾസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര ജൂൾസ് ആണെന്ന് മനസ്സിലായി. വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി. 1 ഇലക്ട്രോൺ വോൾട്ടിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും?
ഒരു ഇലക്ട്രോൺ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ആക്സലറേറ്റ് ചെയ്യുന്നു. അന്നേരം അത് ഗെയിൻ ചെയ്യുന്ന എനർജി ആണെന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. 1 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ പറഞ്ഞിരുന്നു വർക്ക് ഫംഗ്ഷന്റെ യൂണിറ്റ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലായി ഒരു എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ എനർജി എന്താണ്? ഒരു ഇലക്ട്രോൺ 1 വോൾട്ടിൽ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് ഇവിടെ നിന്ന് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു കുഞ്ഞു കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ഈ കുഞ്ഞു കാര്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്റെ മക്കൾ എല്ലാവരും കൃത്യമായിട്ട് അത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ ഇസ് ദി, ഇത് ഓപ്ഷൻസ് ഒന്നും വേണ്ട, കാണാപ്പാടം അറിയാം അല്ലെ. മിനിമം എനർജി റിക്വയർഡ് ഫോർ എൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദി മെറ്റൽ സർഫസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോട്ടെ, എനർജി റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു റിട്ടൈൻ അല്ല, അടുത്തത് എനർജി റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ദ മെറ്റൽ സർഫസ് അല്ല, പിന്നെ ആരെയുള്ള മിനിമം എനർജിയും തുടങ്ങുന്നത് നമ്മുടെ ഓപ്ഷൻ ബി മാത്രം. ഓക്കെ, യെസ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ എന്താണ് ആ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം അല്ലെ. ഒരു മിനിമം എനർജിയാ അല്ലെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു മിനിമം എനർജിയാണ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ളത്. To emit free electrons from a metal surface, a minimum amount of energy must be supplied. അത് നമുക്കറിയാം അല്ലെ. അതായത് ഒരു ഫ്രീ ഇലക്ട്രോൺ ഇവിടെ നിന്ന് മെറ്റൽ സർഫസിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണമെങ്കിൽ അതിനൊരു മിനിമം എനർജി വേണം. ആ മിനിമം എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. വർക്ക് ഫംഗ്ഷൻ അല്ലെ, വർക്ക് ഫംഗ്ഷൻ. ആൻഡ് ഈ വർക്ക് ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഒന്ന് വേഗം ഒന്ന് പറഞ്ഞാൽ എന്താണ് വർക്ക് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? യെസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റൽ. ഓക്കെ അല്ലടാ, യെസ്. അപ്പം അത് ഒരു മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, അത് മാറത്തില്ല. അതായത് ഒരു മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വർക്ക് ഫംഗ്ഷൻ മാറത്തില്ല. വേറൊരു മെറ്റൽ ആണെങ്കിൽ അതിന് വേറെ വർക്ക് ഫംഗ്ഷൻ ആയിരിക്കും. State the methods to supply this energy to free electron. Thermionic emission, field emission, photoelectric emission. Thermionic emission എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എമിഷൻ, അതായത് ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഹീറ്റ് ആണ്. ഫീൽഡ് ആണെങ്കിൽ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വിത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി ഇതിന് കിട്ടുന്നു, ഇത് എസ്കേപ്പ് ചെയ്ത് പോകുന്നു. ക്ലിയർ അല്ലടാ? യെസ്. ഇനി അടുത്തത് എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് നടന്നല്ലോ, അതായത് ഒരു ഇവാക്യുവേറ്റഡ് ട്യൂബ് എടുത്തു, അവിടെ 2 ഇലക്ട്രോഡ്സ് വെച്ചു, നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു, ലൈറ്റിനെ കടത്തി വിട്ടു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പെരിമെന്റിൽ നിന്നും കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇഫക്ട് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൺ എ ഫോട്ടോ കറന്റ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ മേജർ ആയിട്ട് നമുക്കറിയാലോ ഇവിടെ നമ്മൾ പറഞ്ഞു വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ h(μ)0 ആണ് അല്ലെ. h(μ)0 ആണ്. എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ലൈറ്റിന്റെ എനർജി ആയിട്ട് നമ്മൾ പറയുന്നത് h(μ) ആണ്. അതായത് നമ്മൾ ലേറ്റർ ഈ ചാപ്റ്ററിന്റെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫോട്ടോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലെ. ഈ ഫോട്ടോൺ എന്ന് പറഞ്ഞ എനർജി പാക്കറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ആ ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോണിന്റെ എനർജിയാണ് h(μ) എന്ന് പറയുന്നത്. ഓക്കെ, ആ h(μ) എനർജി എന്തായിരിക്കണം? ആ ഇലക്ട്രോണിനെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി അതിന്റെ അടുത്ത സ്ഥലത്തേക്ക് അതിന് ഫ്ലോ ചെയ്യാനുള്ള അത്രയും എനർജി പ്രൊവൈഡ് ചെയ്യണം. അതായത് ഇവിടുത്തെ എനർജി ടോട്ടൽ എനർജി h(μ) ആണ് അല്ലെ. ഈ h(μ) എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 50 അല്ലെങ്കിൽ h(μ)0 എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൈനറ്റിക് എനർജി. ഓക്കെ, ഐൻസ്റ്റീൻ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കാം, അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഓക്കെ, ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി വെച്ചു. നമ്മൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടി. ഇന്റൻസിറ്റി കൂട്ടി കഴിഞ്ഞ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടും. ഇന്റൻസിറ്റി കൂടി കഴിഞ്ഞാൽ കേട്ടോ, ഇന്റൻസിറ്റി കൂട്ടി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻക്രീസ് ആവും. നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുള്ളൂ. ഈ ഇന്റൻസിറ്റി കൂട്ടുന്നതിന് മുമ്പ് 5 ഫോട്ടോൺ ഉണ്ടായിരുന്നെങ്കിൽ 5 ഇലക്ട്രോൺസ് ഇവിടെ 5 ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. കാരണം 5 ഫോട്ടോൺ 5 ഇലക്ട്രോൺ എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യിപ്പിക്കും. ഇനി ഇന്റൻസിറ്റി കൂട്ടി കഴിഞ്ഞാൽ 5 എന്നുള്ളത് 10 ആയി അല്ലെ. നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടി. അപ്പം എന്താണ്? ഇന്റൻസിറ്റി കൂടി കഴിഞ്ഞാൽ ഇവിടെ നിന്നും ജനറേറ്റ് ആവുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി. ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ ക്ലിയർ അല്ലടാ മക്കളെ, എന്താണ് അത്രയും ഫോട്ടോ കറണ്ട് അല്ലെ. ഈ ഇതിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്? ഫോട്ടോ കറണ്ടിന്റെ എമൗണ്ട് കൂടും. സോ അതൊരു ലീനിയർ റിലേഷൻ ആണ് കേട്ടോ, ഫോട്ടോ കറണ്ടും ഇന്റൻസിറ്റിയും തമ്മിൽ. ദിസ് ഇസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഓക്കെ, ഇനി അതേസമയം നമ്മൾ ഫ്രീക്വൻസിയെ കൂട്ടുന്നതെന്ന് വിചാരിക്കുക. ഫ്രീക്വൻസി കൂട്ടി കഴിഞ്ഞാൽ എന്താ കൂടുന്നത്? എനർജി കൂടാ. കാരണം h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലെ. അപ്പം ഇവിടെ മ്യൂ എന്ന് പറയുന്നത് മാത്രമേ എനർജിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ എനർജി കൂടുക എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടി. അങ്ങനെ ഹൈ ഫ്രീക്വൻസിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ഇവിടെ മാക്സിമം ആണ് കേട്ടോ.
അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ 50 വാല്യൂല് മാറ്റം ഉണ്ടാവോ? അത് ഞാൻ പറഞ്ഞു, ഒരു മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫിക്സഡ് വാല്യൂ ആണ് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു മെറ്റൽ എടുത്തു, ഗോൾഡ് എടുത്തു, ആ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ആ ഗോൾഡ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ വർക്ക് ഫംഗ്ഷനിൽ മാറ്റമല്ല. അപ്പൊ വർക്ക് ഫംഗ്ഷൻ അതൊരു ചെറിയ വാല്യൂ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ എനർജിയും, അതായത് HMU എനർജി ഉണ്ട്, അതിൽ ഇത്രയും വർക്ക് ഫംഗ്ഷൻ പോയി, ബാക്കി എനർജി എങ്ങോട്ടാ പോകുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് പോകും. കാരണം നമുക്കറിയാം, നമുക്കിപ്പോ ഒരു ട്രിപ്പ് പോകണം. ഓക്കെ, ആ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ ഇങ്ങനെ പനി പിടിച്ച് വയ്യാതായി കിടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ മരുന്ന് കഴിച്ചാൽ നമുക്ക് ഇച്ചിരി എണീറ്റിരിക്കാം. പക്ഷെ ഇവിടെ നിന്നിട്ട് അവിടെ വരെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ട് വേണം പോകാൻ അല്ലേ. അപ്പം കുറച്ച് എക്സ്ട്രാ എനർജി വേണം നമുക്ക് എന്ത് ചെയ്യണം? ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ അല്ലെ. ആ എക്സ്ട്രാ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ HMUവില് വർക്ക് ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന എനർജി എങ്ങോട്ടാ കോൺട്രിബ്യൂട്ട് ആവുന്നത്? ഇതിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് പോകുന്നത്. സോ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ഫംഗ്ഷനെ ബാധിക്കുന്നില്ല. അത് ആ മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ബാക്കി എല്ലാം എങ്ങോട്ടാ പോവാ? കൈനറ്റിക് എനർജി ആയിട്ട് പോകും. അതായത് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കൂടും. ക്ലിയർ? ആൻഡ് മാക്സിമം കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്താണ്? മാക്സിമം കൈനറ്റിക് എനർജിയുടെ വാല്യൂ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് E - 50 അല്ലെങ്കിൽ HMU - 50, അല്ലെങ്കിൽ നമുക്ക് പറയാം HMU - HMu0, അല്ലെങ്കിൽ നമുക്ക് പറയാം H into mu minus mu0. ക്ലിയർ അല്ലടാ? യെസ്. അടുത്ത നമുക്ക് എഫക്ട് നോക്കാം. എന്താണ് എഫക്ട് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്? പൊട്ടൻഷ്യൽ ആണ് നമുക്ക് വേണ്ടത്. അതായത് ഫോട്ടോ കറണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു ജനറേറ്റ് ആയി അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മുടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. പക്ഷെ ഒരിക്കലും അതെന്ത് ചെയ്യുന്നില്ല? കറണ്ടിനെ ബാധിക്കുന്നില്ല അല്ലെ. ഇവിടെ എത്ര ഇന്റൻസിറ്റി കൂടി അല്ലെങ്കിൽ എത്രത്തോളം ഫോട്ടോൺസ് ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കറണ്ട്. പക്ഷെ ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ പറയാ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫ്രീക്വൻസി എന്തിനു മാത്രമേ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ? ഈ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് ഇപ്പൊ നേരത്തെ ആദ്യത്തെ നമ്മുടെ ഇവാക്യുവേറ്റഡ് ട്യൂബിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? പോസിറ്റീവ് ടെർമിനൽ നമ്മുടെ കളക്ടർ പ്ലേറ്റിലോട്ടും നെഗറ്റീവ് ടെർമിനൽ നമ്മൾ എമിറ്റർ പ്ലേറ്റിലോട്ടും കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫോട്ടോ കറണ്ട് എന്ത് ചെയ്യും? ഇവിടെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ആവും. when all the photo electrons reaches the plate, അതായത് ഇവിടെയുള്ള എല്ലാ ഇലക്ട്രോൺസും ഇപ്പുറത്തെ കളക്ടർ പ്ലേറ്റിലോട്ട് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് സാച്ചുറേഷൻ കറണ്ട്, അതായത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എത്തി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സാച്ചുറേഷൻ കറണ്ട്. ഇനി നേരെ തിരിച്ചു നമ്മൾ ഈ ഇതിന്റെ പൊളാരിറ്റി മാറ്റി. ഓക്കെ, ബാറ്ററി നമ്മൾ നേരെ തലതിരിച്ചു വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ കറണ്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ കൂടുന്നത്. കാരണം എന്താടാ? ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഇവാക്യുവേറ്റഡ് ട്യൂബ്. ഇവിടെയാണ് നമ്മുടെ രണ്ട് പ്ലേറ്റുകൾ ഇരിക്കുന്നത് അല്ലെ. പ്ലേറ്റുകൾ ഇരിക്കുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ഞാനിങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ് അല്ലെ. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മോർ പോസിറ്റീവ് ആണ്. നമ്മുടെ ലൈറ്റ് വന്ന് വീഴുന്നതോ ഇവിടെയാണ് അല്ലെ. എമിറ്റർ പ്ലേറ്റിലോട്ടാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹൈ ഫ്രീക്വൻസി കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഹൈ എനർജി കിട്ടിയാൽ മാത്രമാണ് ഇതിനെ ഈ പോസിറ്റീവ് അയോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് വന്മാരിങ്ങനെ ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അഗൈൻ എന്താണ്? നെഗറ്റീവ് ചാർജ് അല്ലെ. ഇവിടെയും നെഗറ്റിവിറ്റിയെ കൂടുതൽ. സോ ഒരു നെഗറ്റീവും എന്ത് ചെയ്യുള്ളൂ? റിപ്പൽ ചെയ്യുള്ളൂ അല്ലെ. റിപ്പൽഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ക്ലിയർ? സോ ഇതിങ്ങനെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഇതിനെ ബ്ലോക്ക് ചെയ്യും. അതായത് ഈ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ ബ്ലോക്ക് ചെയ്യും. ദാറ്റ് മീൻസ് അവിടുത്തെ ഫോട്ടോ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ ഒരു ഫ്ലോയിനെ ഈ ഒരു പൊട്ടൻഷ്യൽ ഇവിടെ 0 ആക്കുന്നുണ്ടല്ലോ. ആ പൊട്ടൻഷ്യൽ, അതായത് കറണ്ടിനെ 0 ആക്കുന്ന, അതായത് ഇതിന്റെ ഫ്ലോനെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ വാല്യൂ ആണെന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ V0 given to a plate A for which the photo current stops or becomes 0 is called the cutoff or stopping potential. ക്ലിയർ ആയോടാ? സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഫ്രീക്വൻസി. ഇനി നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഈ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ സ്പീഡ് കൂടും. അപ്പം അത്രയും സ്പീഡിൽ വരുന്ന ഇതിനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അത്രയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേണ്ടേ? സോ ദാറ്റ് മീൻസ് ഫ്രീക്വൻസി കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തായിരിക്കും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടുതലായിരിക്കും. ഇതാണ് ഇതിന്റെ എഫക്റ്റുകൾ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടാണെങ്കിൽ ഇതുവരെയും ആരും ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ, ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുകയാണ്, ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. സോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതേപോലെ തന്നെ ഫ്രണ്ട്സിന് ഇതുവരെയും ഷെയർ ചെയ്തിട്ടില്ല. ഇത്രയും ക്ലാസ് എനിക്ക് നന്നായി മനസ്സിലായി, നല്ല രസമുള്ള ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ്
നമ്മുടെ ചോദിച്ചിട്ടുള്ള ചോദ്യം കേരള ബോർഡ്സ് 2014 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. റെപ്രസെന്റ് ഗ്രാഫിക്കലി ദ വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വിത്ത് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ഓക്കെ, ഇൻസിഡന്റ് റേഡിയേഷൻ നമ്മൾ ഓൾറെഡി ഈ റിലേഷൻ പറഞ്ഞതാണ്. ലീനിയർ റിലേഷൻ ആണ് ഫോട്ടോ കറണ്ടും ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും. എങ്ങനെയാ റിലേഷൻ വരുന്നത്? യെസ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻക്രീസ് ചെയ്തു ഇന്റൻസിറ്റി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇന്റൻസിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻക്രീസ് ആയി. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും കൂടുതലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ കറണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഇന്റൻസിറ്റിയും ഫോട്ടോ കറണ്ടും എന്താണ്? ഡയറക്റ്റ് റിലേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, അപ്പം ഇനി നിങ്ങൾ ഇതുവരെയും നമ്മുടെ വീക്ക് ക്വിസ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ചാപ്റ്ററും ബേസ് ചെയ്തിട്ടുള്ള വീക്ക് ക്വിസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. സോ ആ ഒരു വീക്ക് ക്വിസിന്റെ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് കയറുക. അപ്പം നിങ്ങൾ എത്രത്തോളം പഠിച്ചു, എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും കേട്ടോ. സോ ജസ്റ്റ് ഒന്ന് നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ മീൻസ് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എത്രത്തോളം ഈ ചാപ്റ്റർ ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ നോട്ട്സ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ടെലഗ്രാമിൽ പോയി സെർച്ച് ചെയ്യാം കേട്ടോ. ടെലഗ്രാമിൽ വേദാന്തോ മലയാളം സെർച്ച് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ലിങ്ക് കാണാനായിട്ട് പറ്റും. സോ ആ ലിങ്കിൽ ജസ്റ്റ് കയറാം. ഇനി അതൊന്നും അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നമ്മുടെ ചാനലിലോട്ട് കയറാനായിട്ട് പറ്റും കേട്ടോ. യെസ്, ഇനി അടുത്താണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഐൻസ്റ്റീൻ എന്താ പറഞ്ഞത്? ഐൻസ്റ്റീൻ പറഞ്ഞു, ഇപ്പം ഈ പറയുന്ന പ്ലേറ്റിലോട്ട് ഇങ്ങനെ ലൈറ്റ് വേവ് വന്നിട്ട് ഇവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് വരണമെങ്കിൽ ഇവർ തമ്മിൽ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഇവൻ എന്തുണ്ടായിരിക്കണം? യെസ്, ഇവർക്ക് എന്തെങ്കിലും ഒരു ബിഹേവിയർ, അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഈക്വലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. സോ ഇവിടെ ഈ ഒരു മെറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു സംഭവത്തിന് അദ്ദേഹം എന്ന് വിളിച്ചു ക്വാണ്ടം ഓഫ് എനർജി എന്ന് വിളിച്ചു. ലേറ്റർ അതിന് എന്തെന്ന് പറഞ്ഞു? ഫോട്ടോൺ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ലേറ്റർ എന്ത് പറഞ്ഞു? ഫോട്ടോൺ ആണ് ആ എനർജി പാക്കറ്റ്സ് എന്ന് പറഞ്ഞു. സോ ഈ ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ hmu ആണ്. ഓക്കെ അല്ലെ? hmu ആണ്. അങ്ങനെയാണെങ്കിൽ ഈ hmu എനർജി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വർക്ക് ഫംഗ്ഷൻ ആയിട്ടും ബാക്കിയുള്ളത് കൈനറ്റിക് എനർജി ആയിട്ടും പോയി. ക്ലിയർ അല്ലേ? കൈനറ്റിക് എനർജി ആയിട്ടും പോയി. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? hmu - 50 എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഐൻസ്റ്റീന്റെ ഇക്വേഷൻ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പം എന്താണ് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്തത്? ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് തിയറി ബേസ്ഡ് ഓൺ ക്വാണ്ടം തിയറി. ഓക്കെ, അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി light contains photons having energy hmu. When photon of energy hmu is incident on a metal surface, electrons are emitted. അതായത് hmu എനർജിയിൽ വരുന്ന ഇലക്ട്രോൺസ് അല്ലെ, സോറി ഈ ഇലക്ട്രോൺസ് എന്തായി? യെസ്, നമ്മുടെ നമ്മുടെ ഈ ഫോട്ടോൺസ് hmu എനർജിയിൽ വരുന്ന ഫോട്ടോൺസ് ഇലക്ട്രോൺസുമായിട്ട് ഇന്ററാക്ട് ചെയ്തു കേട്ടോ. ചെറിയൊരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തതാണ്, ചെറിയൊരു മെസ്സേജ്. ഓക്കെ, സോ യെസ്, അപ്പം സോറി കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ്? യെസ്, ഒരു ഇലക്ട്രോൺ വരുന്നു, ഒരു ഫോട്ടോൺ വരുന്നു. അത് ഇവിടെയുള്ള ഇലക്ട്രോണുമായിട്ട്, ആ ഫോട്ടോണിന്റെ എനർജി hmu ആണ്. ഇത് ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോൺ ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ എന്താണ്? ഇവിടെ നിന്നും ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അതിൽ ഒരു എനർജി, അതായത് hmu എനർജിയിലെ ഒരു ഭാഗം വർക്ക് ഫംഗ്ഷൻ ആയിട്ടും മറ്റൊരു ഭാഗം അതിന്റെ കൈനറ്റിക് എനർജി ആയിട്ടും യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പൊ മാക്സിമം പോസിബിൾ കൈനറ്റിക് എനർജിന്റെ വാല്യൂ എന്തായിരുന്നു? യെസ്, മാക്സിമം കൈനറ്റിക് എനർജിന്റെ വാല്യൂ ആണ് hmu - hmu0 എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ? യെസ്. ഇനി അടുത്തത് എന്താണ്? യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ തന്നെ മാക്സിമം കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു hmu - 50 ആണ്. ആൻഡ് മാക്സിമം കൈനറ്റിക് എനർജിക്ക് നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാനായിട്ട് പറ്റും. ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇനി അടുത്തത്, ഇപ്പം ഈ ലൈറ്റിലെ പാർട്ടിക്കൽ നേച്ചറിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി കിട്ടി അല്ലെ? ഫോട്ടോൺ ഉണ്ട്. അതാണ് ഇവിടുത്തെ പാർട്ടിക്കൽ നേച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നത്. യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോണിനെ കുറിച്ച് നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ അറിയണം അല്ലെ? ആ കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എനർജി അറിയാം അല്ലെ? എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? hmu ആണെന്ന് നമുക്കറിയാം. അതിനൊരു മൊമെന്റം ഉണ്ട്. ഓക്കെ, അതായത് എനർജി hmu ആണ്, അതിനൊരു മൊമെന്റം ഉണ്ട്. ആ മൊമെന്റത്തിന്റെ വാല്യൂ ആണ് എന്ന് പറയുന്നത് hc/λ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? hc/λ എന്ന് പറയുന്നതാണ് അതിന്റെ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോടാ? സോറി, hmu. ഓക്കെ, hmu ട്ടോ. മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ hmu/c. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ നോക്കി കഴിഞ്ഞാൽ E = mc² ആണ് നമുക്ക് ഐൻസ്റ്റീൻ ഇക്വേഷൻ അനുസരിച്ച് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതി m × c × c.
ഓക്കെ, ഈ സി സ്ക്വയർ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അങ്ങനെയാണെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി, സി എന്ന് പറഞ്ഞ ഒരു വെലോസിറ്റി അല്ലല്ലോ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എം സി എന്ത് പറഞ്ഞു, പി എന്ന് ഇട്ടു. ഓക്കെ, സോ പി ഡോട്ട് സി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറഞ്ഞാൽ എച്ച് മ്യൂ അല്ലേ, എച്ച് മ്യൂ ഡിവൈഡഡ് ബൈ സി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, മൊമെന്റം അല്ലേ. സോ എനിക്ക് കിട്ടി എന്താണ്, ഫോട്ടോണിന്റെ മൊമെന്റം എന്ന് പറഞ്ഞാൽ എച്ച് മ്യൂ ഡിവൈഡഡ് ബൈ സി ആണെന്ന് എനിക്ക് കിട്ടി. ഇനി അടുത്തത് എന്താണ്, യെസ്, ഇതിന്റെ ഈ ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ്, യെസ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഒരൊറ്റ ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ഇന്റൻസിറ്റിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല. ഇനി ഇവന്മാരുടെ ചാർജ് എന്താ, ന്യൂട്രലാ. ഒരു ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഇവന്മാർ എന്ത് ചെയ്യില്ല, കുലുങ്ങത്തില്ല, ഡിഫ്ലക്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ഫോട്ടോൺ വന്ന് ഇവിടെ വന്ന് ഫോളോ ചെയ്യുന്നു, ദാറ്റ് ഇസ് എ കൊളീഷൻ അല്ലെ. ഈ ഒരു ഫോട്ടോൺ വന്നിട്ട് ഇലക്ട്രോണുമായി മുട്ടുകയാണ്. അപ്പോൾ ആ കൊളീഷൻ നടക്കുമ്പോൾ അവിടുത്തെ മൊമെന്റം ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. ക്ലിയർ അല്ലടാ. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പറയാ ഫോട്ടോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എന്തായാലും എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആൻഡ് വേവ് തിയറി. അപ്പം വേവ് തിയറി അനുസരിച്ച് നമ്മൾ ഡിഫ്രാക്ഷൻ പറഞ്ഞു, ഇന്റർഫറൻസ് പറഞ്ഞു, പോളറൈസേഷൻ പറഞ്ഞു അല്ലെ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നമുക്ക് ഈ വേവ് തിയറി വെച്ചിട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് പറ്റത്തില്ല. കാരണം ഏതൊരു കാര്യം നമ്മൾ വേവ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ഓക്കെ, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നമ്മൾ വേവ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും കോൺട്രഡിക്ഷൻ ആണ് കാണുന്നത്. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. ഓക്കെ, വളരെ ചെറിയൊരു സമയം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. സോ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അങ്ങനെ നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിനെ വേവ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണുമായിട്ട് എന്താ പറയുക ഇന്റർഫിയർ ചെയ്യാനായിട്ട് അത്രയും സമയം എടുക്കും. ഓക്കെ, അത്രയും സമയം എടുക്കും. സോ അതൊരു കോൺട്രഡിക്ഷനാണ്. അതേപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോഴും എന്താണ്, നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്താണോ, അതായത് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളൊരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്താൽ എന്താണ്, ഇന്റൻസിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസിയും കൂടണം. ക്ലിയർ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പറയുന്ന എല്ലാ കാര്യത്തിനും ഒരു കോൺട്രഡിക്ഷൻ ആണ് വരുന്നത്. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അത്രയുമുള്ള ഒരു എന്താ കൈൻഡ് ഓഫ് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഡാറ്റയും നമ്മുടെ അല്ലെങ്കിൽ അത്രയും നോളജ് നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല, സോ ഫാർ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ട് എന്ത് ചെയ്യാം, കുറെ കണ്ടുപിടുത്തങ്ങൾക്ക് നടത്താം. ഓക്കെ, സോ അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ലൈറ്റ് നമ്മൾ വേവ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി അപ്പൊ എങ്ങനെയാണ് ചില സമയത്ത് ഇപ്പൊ ലൈറ്റിനെ നമ്മൾ എപ്പോഴാണോ അല്ലെങ്കിൽ ഒരു ഇതിനെ നമ്മൾ വേവ് ആയിട്ടാണോ പാർട്ടിക്കിൾ ആയിട്ടാണോ കൺസിഡർ ചെയ്യേണ്ടത്, ഒരു എക്സ്പെരിമെന്റിൽ എങ്ങനെ ഡിപ്പെൻസ് ഓൺ ദ എക്സ്പെരിമെന്റ്. ഓക്കെ, ആ ഒരു എക്സ്പെരിമെന്റിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ എടുക്കുന്നതിന് വേവ് ആയിട്ടാണോ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ആയിട്ടാണോ കൺസിഡർ ചെയ്യേണ്ടത്, ഡിപ്പെൻസ് ഓൺ എക്സ്പെരിമെന്റ് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഗോട്ട് ഇറ്റ്? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഫോട്ടോൺ ആണ് എന്ത് ചെയ്യുന്നത്, യെസ്, ഇന്ററാക്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ നമ്മൾ പറഞ്ഞു എന്താണ്, യെസ്, നമ്മുടെ അതിന്റെ എനർജി എന്ന് പറയുന്നത് എച്ച് മ്യൂ ആണ്. ആൻഡ് അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് എച്ച് മ്യൂ ബൈ സി ആണ്. സി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഡ്, ലൈറ്റിന്റെ സ്പീഡ് ഇൻ വാക്വം ആണ്. ഇനി ഓൾ ഫോട്ടോൺസ് ഓഫ് ലൈറ്റ് ഓഫ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി മ്യൂ ഓർ വേവ് ലെങ്ത് ലാംഡ ഹാവ് ദ സെയിം എനർജി. ഓക്കെ, അതായത് ലൈറ്റിൽ ഉള്ള എല്ലാ ഫോട്ടോൺസിന്റെയും എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, യെസ്, എച്ച് മ്യൂ ആണ്. അതിന്റെ ഫ്രീക്വൻസി മ്യൂ ആണ്, വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജിനെ ഇങ്ങനെ പറയാൻ പറ്റും, ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ ആണ്. എച്ച് മ്യൂവിന് മ്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് മ്യൂ ഇസ് ഈക്വൽ ടു എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് ഇടാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ മൊമെന്റം പി ഇസ് ഈക്വൽ ടു എച്ച് മ്യൂ ഡിവൈഡഡ് ബൈ സി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എച്ച് സി ബൈ ലാംഡ, അഗൈൻ ഇവിടെ ഒരു സി ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി സിയും സിയും ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എച്ച് ബൈ ലാംഡ എന്ന് കിട്ടും. ഓക്കെ അല്ലെ, എച്ച് ബൈ ലാംഡ നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ബൈ ഇൻക്രീസിംഗ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫോർ എ ഗിവൻ വേവ് ലെങ്ത് ദർ ഈസ് ഓൺലി ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് അല്ലെ. ഇന്റൻസിറ്റി കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ഇന്റൻസിറ്റി കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. ആൻഡ് സെയിം എനർജി ആയിരിക്കും. ദ ഫോട്ടോൺ എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി റേഡിയേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫോട്ടോൺസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്ട് ചെയ്യത്തില്ല. ആൻഡ് ഈ കൊളീഷനിലെ ടോട്ടൽ എനർജി ആൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൺസർവ്ഡ് ആയിരിക്കും. However, the number of photons may not be conserved in a collision. The photon may be absorbed or a new photon may be created. ഇനി dual nature of radiation explain ചെയ്യാൻ ഇത്രയും കാര്യം പോരെ. അതായത് radiation has wave nature as well as particle nature. This is called the dual nature of radiation. അതായത് ഒരു റേഡിയേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേവ് പ്രോപ്പർട്ടി ആണ് അല്ലെങ്കിൽ അതിന്റെ വേവ് നേച്ചർ ആണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഓൾസോ അവിടെ പാർട്ടിക്കൽ ബിഹേവിയർ കാണിക്കുന്ന ഫോട്ടോൺസും അതിലുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, റേഡിയേഷൻ എന്ന് പറയുന്നത് എന്ത്
എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, ഡുവൽ നേച്ചർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ, അതായത് എക്സ്പെരിമെന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് പാർട്ടിക്കിൾ ആയിട്ടും അതിനെ വേവ് ആയിട്ടും കൺസിഡർ ചെയ്യും. ഡിപ്പെൻഡ്സ് ഓൺ ദി എക്സ്പെരിമെന്റ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കി നോക്കാം. Monochromatic light of frequency 6 into 10 to the power 14 hertz is produced by laser. The power emitted is 2 into 10 to the power minus 3 watt. What is the energy of photon? H mu. Planck's constant value നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. It is nothing but 6.6 into 10 to the power minus 34 ആണ് കേട്ടോ. ഈ ഒരു വാല്യൂ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കണം. Planck's constant വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരുമായിരിക്കും, തന്നില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എൻറ്റയർ എന്ത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും Planck's constant വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ തീർച്ചയായിട്ടും അത് അറിയാതിരിക്കരുത്, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഇനി ഇത് പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 10-15 പ്രാവശ്യം നിങ്ങളൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിരുത്തി ഒന്ന് എഴുതിയും കൂടെ പഠിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് യൂണിറ്റ് നിങ്ങൾ പഠിക്കുക, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും. ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട് 6 into 10 to the power 14 hertz. So simple, substitute ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. Next one, what is the energy of a photon in the light beam? How many photons per second on an average are emitted by the source? അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. ഇവിടെ നമുക്ക് പവർ തന്നിട്ടുണ്ട് ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റിൽ നമ്മൾ എനർജിയും കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ പവർ ബൈ എനർജി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ഫോട്ടോൺസ് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, രണ്ട് വാല്യൂസും കണ്ടുപിടിച്ചാൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി the work function of cesium is 2.14 electron volt ആണ്. സീഷ്യത്തിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, വർക്ക് ഫംഗ്ഷൻ 50 is equal to h mu 0 which is equal to 2.14 electron volt ആണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആസ് പെർ ദിസ് ഇക്വേഷൻ നമുക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ 2.14 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ 6.6 into 10 to the power minus 34. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടത്തില്ലടാ. യെസ്, അടുത്ത ചോദ്യം എന്താണ്? The wavelength of incident light if the photocurrent is brought to 0 by stopping potential of 0.6 volt. അപ്പോൾ ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വാല്യൂ അറിയാം. ഇനി ഐൻസ്റ്റൈൻ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഒരു കാര്യം അറിയാം, എന്താണ്? യെസ്, എച്ച് മ്യൂ ആണ് ടോട്ടൽ എനർജി. അത് എന്തൊക്കെയായിട്ട് പോവും? വർക്ക് ഫംഗ്ഷൻ ആയിട്ടും പോവും. ഓൾസോ അത് എന്തായിട്ടാ പോവാ? മാക്സിമം കൈനറ്റിക് എനർജി അല്ലേ? അതിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം കൈനറ്റിക് എനർജി. അങ്ങനെയാണെങ്കിൽ ഞാൻ മാക്സിമം കൈനറ്റിക് എനർജിക്ക് ഇക്വേഷൻ ഇടുവാണ്, എച്ച് മ്യൂ മൈനസ് എച്ച് മ്യൂ 0. ഈ എച്ച് മ്യൂ 0 എന്ന് പറഞ്ഞ വർക്ക് ഫംഗ്ഷൻ ആണ്, അതിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എച്ചിന്റെ വാല്യൂ എന്താണ്? 6.6 into 10 to the power minus 34 ആണ്. ഇനി മ്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മ്യൂവിന്റെ വാല്യൂ അല്ല, നമുക്ക് ഇവിടെ എന്താ പറയാ, നമുക്ക് വേവ് ലെങ്ത് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണോടാ? ഇവിടെ കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇത്രയും സ്പീഡിൽ വരുന്ന ഇലക്ട്രോൺസിനെ തടയണമെങ്കിൽ അത്രയും പൊട്ടൻഷ്യൽ ഇവിടെ വേണ്ടേ? എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതിന് ഫോട്ടോ കറണ്ട് ജനറേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഈ ഫോട്ടോ കറണ്ട് ഇസ് ബ്രോട്ട് ടു 0 എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ത് തന്നെയായിരിക്കും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. സോ ദാറ്റ് മീൻസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0.60 volt which is equal to h mu minus 50. ഓക്കെ, ആൻഡ് ഹിയർ ഇവിടെ മ്യൂവിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? z by lambda ഇടാം അല്ലെ? കാരണം നമുക്ക് ഇവിടെ വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത്തിലോട്ട് മാറ്റണം. ആൻഡ് അത് മാത്രം അവിടെ നിർത്തിച്ച് നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ പ്രത്യേകം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടും. ക്ലിയർ ആയോടാ? When light falls on a certain metal, photoelectrons are generated. Express the phenomenon in terms of equation. It is nothing but നമ്മുടെ ഐൻസ്റ്റൈൻ ഇക്വേഷൻ എടുത്താൽ മതി അല്ലെ? അതായത് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റില് എച്ച് മ്യൂ എനർജി ആണ് വരുന്നത്. ആ എച്ച് മ്യൂ എനർജി എന്ന് പറയുന്നത് രണ്ടെണ്ണമായിട്ടാണ് കോൺട്രിബ്യൂട്ട് ആവുന്നത്. ഒന്ന് വർക്ക് ഫംഗ്ഷൻ ആയിട്ടും മറ്റത് കൈനറ്റിക് എനർജി ആയിട്ടും. സോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജി which is equal to h mu minus 50. Explain the terms used. Maximum kinetic energy, h എന്ന് പറഞ്ഞാൽ Planck's constant ആണ്, mu എന്ന് പറഞ്ഞാൽ frequency ആണ്, 50 എന്ന് പറഞ്ഞിട്ട് work function ആണ്, and 50 which is equal to h mu 0 ആണ്. h is again Planck's constant ആണ്, mu 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ threshold frequency ആണ്. Okay. Photon is a quanta of light. നമുക്കറിയാം, നമ്മൾ ഐൻസ്റ്റൈൻ്റെ തിയറി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. Who introduced the concept of photon? Nothing but Einstein. Briefly explain the effect of intensity and energy of radiation on photoelectric effect. Intensity-യും എനർജിയുമാണ്. നമ്മൾ പറഞ്ഞു ഇന്റൻസിറ്റി ആണെങ്കിൽ എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല അല്ലെ? ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. ഇൻക്രീസിങ് ഇന്റൻസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസിന്റെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ ഫോട്ടോ കറണ്ട് കൂടുന്നു. ഇനി എനർജി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഫോട്ടോ ഇലക്ട്രോൺസിന്റെ സ്പീഡ് കൂട്ടാൻ, കൈനറ്റിക് എനർജി കൂട്ടാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ?
When light of frequency 7.21 into 10 to the power 14 hertz is incident on a metal surface, frequency കിട്ടി കേട്ടോ. മാക്സിമം സ്പീഡ് വന്നിട്ടുണ്ട് 6 into 10 to the power 5 meter per second ആണ്. കാൽക്കുലേറ്റ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി again. എടാ നമുക്കറിയാലോ, അതായത് നമ്മുടെ മാക്സിമം കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് മ്യൂ മൈനസ് എച്ച് മ്യൂ 0 ആണ് അല്ലെ. സോ ദാറ്റ് നമുക്ക് എഴുതാം എച്ച് ഇൻറ്റു മ്യൂ മൈനസ് മ്യൂ 0 എന്ന് എഴുതാം. മ്യൂ 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. മ്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 7.21 into 10 to the power 14 ഹെർട്സ് ആണ് അല്ലെ. ഇനി അടുത്തത് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ, ഹാഫ് എം വി സ്ക്വയർ ആണ്. അതിൽ വിന്റെ വാല്യൂ നമുക്കറിയാം, എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ അല്ലേ, ഇജക്റ്റഡ് ഇലക്ട്രോൺ എന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ടല്ലോ. സോ 9.1 into 10 to the power minus 31 കിലോഗ്രാം ആണ്. ഇനി വിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 6 into 10 to the power 5 ആണ്. ഇവിടെ ഇനി എച്ചിന്റെ വാല്യൂ നമുക്കറിയാം, എച്ച് എന്ന് പറഞ്ഞ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്താണ്, 6.6 into 10 to the power minus 34 ജൂൾ സെക്കൻഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അറിയാത്ത വാല്യൂ ആര് മാത്രമേ ഉള്ളൂ, മ്യൂ 0 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ മാത്രം നമുക്ക് അവിടെ പിടിച്ചു വെക്കാലോ, അതായത് ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ മൈനസ് എച്ച് മ്യൂ. ഓക്കെ, മൈനസ് എച്ച് മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എച്ച് മ്യൂ മൈനസ് ഹാഫ് എം വി സ്ക്വയർ കാണാം. ഓക്കെ, സോ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ, ക്ലിയർ ആയോ? യെസ്. അടുത്തത് വേവ് നേച്ചർ ഓഫ് മാറ്റർ. അപ്പൊ നമ്മളിപ്പം റേഡിയേഷന്റെ പാർട്ടിക്കിൾ നേച്ചർ പറഞ്ഞു അല്ലെ. റേഡിയേഷനിലുള്ള പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോട്ടോൺ ആണ്. അപ്പം ഈ ക്വാണ്ട ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ക്വാണ്ട ഓഫ് എനർജി ആണ് ഇതെന്ന് പറയുന്നത് മാറ്ററുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇനി വേവ് നേച്ചർ, മാറ്ററിന് വേവ് നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ വേവ് നേച്ചർ ഓഫ് മാറ്റർ ആണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ എന്താ പറയാ ഒരു ക്ലാരിറ്റി തന്നത് ആരാണ്, ഡി ബ്രോയി ആണ്. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വേവ് ലെങ്ത് ആണ് ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഈ മാറ്റർ പൊസസ് ചെയ്യുന്ന വേവ് ലെങ്ത് ആണ് ഡി ബ്രോയി വേവ് ലെങ്ത് അല്ലെങ്കിൽ മാറ്റർ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. അതായത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേവ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു വേവ് നേച്ചർ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാവും. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ് ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് പി ഇസ് മൊമെന്റം, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എച്ച് ബൈ എം വി. സോ നമുക്ക് റിലേഷൻ മനസ്സിലായി. ലാംഡ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാടാ, മാസ് ആണ്. സോ മാസ് കൂടിയ ഒബ്ജക്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ വേവ് നേച്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതേസമയം മാസ് കുറഞ്ഞിട്ടുള്ള, വളരെ മാസ് കുറഞ്ഞിട്ടുള്ള നമ്മുടെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ലാംഡ വെച്ചിട്ട് അവരുടെ ലാംഡ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. സോ ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് വേവ് നേച്ചർ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. സോ ഇതാണ് ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത എന്താ നമ്മൾ പറയുന്നത്, നമുക്ക് ഓൾറെഡി എന്താണ് മൊമെന്റ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് അല്ലെ. ഓക്കെ, സോ മൊമെന്റം നമുക്കറിയാം എച്ച് മ്യൂ ബൈ സി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി. സോ നമുക്ക് എഴുതാം എച്ച് ഡിവൈഡഡ് ബൈ എച്ച് മ്യൂ ബൈ സി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എച്ചും എച്ചും ക്യാൻസൽ ആയി പോയി നമുക്ക് കിട്ടും സി ബൈ മ്യൂ എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ. ഓക്കെ അല്ലേ. സോ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലാംഡ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്തത് ഇനി ഇതേപോലെ തന്നെ ഈ ഡി ബ്രോയി വേവ് ലെങ്ത് നമുക്കറിയാം എന്താണ്, എച്ച് ബൈ പി ആണ്. ഇതിനെ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ടേമിലോട്ട് മാറ്റണം. സോ പി സ്ക്വയർ ബൈ 2m ആണ് എന്തെന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പി is equal to root of 2mk അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കട്ടെ, എച്ച് ബൈ റൂട്ട് ഓഫ് 2mk. ഓക്കെ, ഈ കെ എന്ന് പറഞ്ഞാൽ എന്താണ്, കൈനറ്റിക് എനർജി ആണ്. ഇനി മാക്സിമം കൈനറ്റിക് എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് മാക്സിമം കൈനറ്റിക് എനർജി ആണെങ്കിൽ അവിടെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, എന്താണ്, റൂട്ട് ഓഫ് 2m QV അല്ലെ. മാക്സിമം കൈനറ്റിക് എനർജി ആണ്, നമുക്കറിയാം എന്താണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത് അല്ലെ. ഇവിടെ നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമുക്കറിയാം അല്ലെ. ഒരു ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞു. സോ ചാർജ് ഉണ്ട്, ആ പൊട്ടൻഷ്യൽ ആണെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ മാക്സിമം കൈനറ്റിക് എനർജിക്ക് നമുക്ക് എന്ത് കൊടുക്കാം, QV എന്ന് കൊടുക്കാം. ഇനി ഇൻ കേസ് ഓഫ് ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ ഇലക്ട്രോണിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2m EV എന്ന് എഴുതാൻ പറ്റും അല്ലെ. കാരണം എന്താണ്, ഇലക്ട്രോണിന്റെ ചാർജ് ഇ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ലാംഡ ഇക്വേഷൻ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി എന്താണ്, എച്ച് ബൈ റൂട്ട് ഓഫ് 2m EV കിട്ടി. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് 6.64 into 10 to the power minus 34 ആണ്. 2√2 നമുക്കറിയാം. ആൻഡ് എം എന്ന് പറഞ്ഞാൽ 9.1 into 10 to the power minus 31 കിലോഗ്രാം ആണ്. ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.6 into 10 to the power minus 19 കൂളം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വി ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ വാല്യൂസിന്റെയും വാല്യൂ നമുക്കറിയാം, അതെന്താണ്, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1.227. ഓക്കെ അല്ലെ. 1.227 ഡിവൈഡഡ് ബൈ റൂട്ട് ടു ബി നാനോമീറ്റർ ആണെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലോടാ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് ആ ഒരു ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട്
കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ടെലഗ്രാമിൽ അതിന്റെ നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ഞാൻ തരും. അപ്പൊ നമുക്ക് എന്താ പറയാ ഒരു റിട്ടേൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അവിടെ തന്നെ കമന്റ് റിപ്ലൈ തരാം. ഇനി ഒരു വീഡിയോ സൊല്യൂഷൻ ആണ് വേണ്ടതെങ്കിൽ ടെലഗ്രാമിൽ നമ്മൾ വരാം കേട്ടോ. ടെലഗ്രാമിൽ നമ്മൾ വീക്കിലി ടീച്ചേഴ്സ് എല്ലാവരും ലൈവ് വരുന്നുണ്ട്. സോ അത് നിങ്ങൾ ഇൻഫോം ചെയ്യും, നേരത്തെ തന്നെ ഇൻഫോം ചെയ്യും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ കൂടുതൽ അറിയാനും നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനൊക്കെയും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തതാണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ഒരു തിയറമാണ്. എന്താണ്? അതായത് അറ്റ് എ ടൈം, അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് പൊസിഷനും അതേപോലെ തന്നെ മൊമെന്റവും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഒരൊറ്റ ടൈം, അതായത് സെയിം ടൈമിൽ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനും അതേപോലെ തന്നെ എന്തും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് പൊസിഷനും മൊമെന്റവും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ഡെൽറ്റ എക്സ് പൊസിഷൻ, ഡെൽറ്റ പി മൊമെന്റം ആണ്. എച്ച് കട്ട് എന്ന് പറയുന്നത് h/2π കേട്ടോ. അതാണ് എച്ച് കട്ട് എന്ന് പറഞ്ഞാൽ. സോ ദിസ് ഇസ് ദ റിലേഷൻ. ക്ലിയർ ആയല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഇസ് ദ ഡി ബ്രോയി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് an electron moving with a speed of 5.4 into 10⁻⁶ meter per second? ഓക്കെ, അപ്പൊ ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി ബ്രോയി വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താ? h/mv ആണ്. സോ എച്ചിന്റെ വാല്യൂ 6.64 into അല്ലെങ്കിൽ 63 into 10⁻⁻34 ആണ്, ഡിവൈഡഡ് ബൈ 9.1 into 10⁻⁻31 ആണ്, ഇൻറ്റു വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5.4 into 10⁻⁶ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാല്യൂ കിട്ടും. ഓക്കെ, അടുത്തത് ഇനി അതേപോലെ തന്നെ മാസ് 150 ഗ്രാം ആയിട്ടുള്ള ഒരു ബോള്, സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അഗൈൻ ലാംഡ ഇസ് ഈക്വൽ ടു h/mv. h 6.63 into 10⁻⁻34 ഡിവൈഡഡ് ബൈ എന്താണ്? m എന്ന് പറഞ്ഞാൽ 150 ഗ്രാം ആണ്, ഇൻറ്റു 30 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ 150 ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 0.15 കിലോഗ്രാം ഇൻറ്റു 30 മീറ്റർ പെർ സെക്കൻഡ്. സോ വി വിൽ ഗെറ്റ് വേവ് ലെങ്ത്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് വേവ് ലെങ്ത്തിന്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആയില്ലോടാ? അടുത്ത ചോദ്യം. Electron can undergo diffraction just like waves. What is the wavelength of an electron accelerating in a potential difference of 54 volt? Electron ആണ്. നമുക്കറിയാം വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1.227 ഡിവൈഡഡ് ബൈ റൂട്ട് വി നാനോമീറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1.227 ഡിവൈഡഡ് ബൈ റൂട്ട് 54 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വേവ് ലെങ്ത് കിട്ടും. സിമ്പിൾ. സോ ഇതില് ബാക്കി വാല്യൂസ് ഒന്നും തന്നിട്ടില്ലല്ലോ, എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ചുമ്മാ നമ്മൾ തലകേറേണ്ട ആവശ്യമുണ്ടോ? കാരണം ഈ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് അറിയാം. ഫോർ എൻ ഇലക്ട്രോണിന്റെ കേസിൽ നമുക്ക് അറിയാം. സോ സിമ്പിൾ ആണ്. അടുത്ത്, വാട്ട് ഈസ് ഡി ബ്രോയി ഹൈപ്പോതെസിസ്? ഒന്നുമില്ല, മാറ്റർ എന്ത് ചെയ്യാണ്? മാറ്ററിന് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ ഉണ്ട്. ഓക്കെ അല്ലേ? ആൻഡ് മാറ്റർ എക്സിബിറ്റ് ചെയ്യുന്ന വേവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാറ്റർ വേവ് അല്ലെങ്കിൽ ഡി ബ്രോയി വേവ് എന്ന് പറയുന്നത്. ആൻഡ് കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ആണ് ഡി ബ്രോയി വേവ് ലെങ്ത് അല്ലെങ്കിൽ മാറ്റർ വേവ് ലെങ്ത്. Write the formula for de Broglie wavelength. Lambda is equal to h/p അല്ലെങ്കിൽ h/p അല്ലെങ്കിൽ h/mv. Calculate the de Broglie wavelength associated with an electron accelerated through a potential difference 100 volt. Again 1.227 divided by root 100 nanometer. This is the wavelength. Yes. Next one. Read the following statements and write whether they are true or false. Matter waves are electromagnetic. These എന്താണ്? Yes, it is a true statement ആണ് അല്ലെ? True statement ആണ്. ഇനി when the wavelength of incident light decreases, wavelength decrease ചെയ്തു, the velocity of emitted photoelectrons increases. അത് true ആണോ false ആണോ? So the answer is false ആണ് അല്ലെ? wavelength decrease ചെയ്തിട്ടുണ്ടെങ്കിൽ velocity ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുക. ആൽക്കലി മെറ്റൽസ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ദാറ്റ് ഈസ് അഗൈൻ എന്താണ്? ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പം അഗൈൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ വീക്ക് ക്വിസ്, അതായത് നമുക്ക് നമ്മുടെ ചാനലിൽ ഏത് വീഡിയോസിന്റെ താഴെയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള വീക്ക് ക്വിസ് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എന്താ പറയുക, നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ നോട്ട്സിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇപ്പം തന്നെ പോയി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വേദാന്ത മലയാളം ഒന്ന് സെർച്ച് ചെയ്താൽ മതി. സോ യെസ്, അപ്പം ഗൈസ് നിങ്ങളുടെ എനിക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, ആൻഡ് ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ആൻഡ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.